PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ CPI അയയുമോ? ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ CPI അയയുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അങ്ങനെയൊരു അയവുണ്ടാകില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചകളടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കൃത്യമായിട്ട് CPM നിലപാട് ആവർത്തിക്കുന്നത് തന്നെയാണ്. PM ശ്രീയിൽ ഒട്ടും അയവില്ലാതെ മുന്നോട്ട് പോകുക തന്നെയാണ് CPM എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ MA ബേബിയും D രാജയും തമ്മിൽ അല്പസമയം മുമ്പാണ് കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇക്കാര്യം പറയുമ്പോഴും കേരളത്തിൽ ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ നേതാക്കൾ അക്കാര്യം ചർച്ച ചെയ്യും. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കത്തിലൊക്കെ തീരുമാനമുണ്ടാക്കുമെന്നുള്ളതാണ് ഇരു നേതാക്കളും പറയുന്നത്. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ അത് എങ്ങനെ പരിഹാരം കാണും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള വിഷയം. നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബൽ, ഇപ്പോൾ കൂടിക്കാഴ്ച അവസാനിച്ചു. ഇതിനുശേഷം നേതാക്കൾ സംസാരിക്കുമ്പോൾ D രാജ ശുഭപ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോഴും എങ്ങനെയായിരിക്കും ഇത് തീരുമാനം ഉണ്ടാവുക എന്നാണ് കേരളത്തിലെ നേതാക്കൾ. കേരളത്തിൽ അത് ചർച്ച ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ MA ബേബി പറയുമ്പോഴും CPM പറയുന്ന വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം അതിനെ ന്യായീകരിച്ചു കൊണ്ടിട്ടുള്ള വാക്കുകൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ കേന്ദ്രം ഫണ്ട് തടയുന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ? സുധി, ഈ കൂടിക്കാഴ്ച പൂർണ്ണമായും വിജയകരമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം D രാജ ഇവിടെ എത്തിയത് പ്രധാനമായും ഈ MOU റദ്ദാക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ആ നിലപാടിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ MOU റിവ്യൂ ചെയ്യണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം സംസ്ഥാനത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ CPM CPI ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്നത്. MA ബേബിയും അതോടൊപ്പം തന്നെ D രാജയും അക്കാര്യം വ്യക്തമാക്കുന്നു. അതേസമയം ഇതിനുശേഷം സംസാരിച്ച MA ബേബി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നിലപാടിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് PM ഉഷ അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കിയപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു നിലപാടുകളും അത്തരത്തിൽ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായില്ല. അതിലേക്ക് ശക്തമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. അത് PMCയുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് MA ബേബി വ്യക്തമാക്കുന്നു. പൂർണ്ണമായും പ്രത്യേകിച്ച് ഇരു പാർട്ടികളുടെയും മന്ത്രിമാർ സംസ്ഥാനത്തടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകും എന്നടക്കമുള്ള കാര്യങ്ങളും എന്താണെങ്കിലും വ്യക്തമാകുന്നു. ആശങ്കകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFിലെ മറ്റു പാർട്ടികളുമായി ചർച്ച ചെയ്യും എന്നാണ് MA ബേബി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് ഒപ്പിട്ടത് കൊണ്ട് കേന്ദ്രത്തിന്റെ എല്ലാ നയങ്ങളും നടപ്പാക്കാൻ പോകില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായ തർക്കമടക്കമുള്ള കാര്യങ്ങൾ പരിഹരിച്ച് പോകും. അതോടൊപ്പം തന്നെ PMCയുടെ പേരിൽ ഇത്തരമൊരു പദ്ധതികൾ ഫണ്ട് തടയുന്ന അടക്കമുള്ള നടപടി ഉണ്ടാവുന്നത് അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും ഈ പദ്ധതി പൂർണ്ണമായും MA ബേബി ഇത് ഒപ്പിട്ടതിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. നേരത്തെ ഈ പദ്ധതി ഒപ്പിടുന്നതിന് മുൻപ് PMC ഒപ്പിടുന്നതിന് മുൻപ് CPIയുടെ പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യാമെന്ന് MA ബേബി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് പെട്ടെന്ന് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ഒപ്പിടുകയും ചെയ്ത് അതിനൊക്കെ CPIക്ക് വലിയ അതൃപ്തിയുണ്ട്. അക്കാര്യങ്ങളെ ഇപ്പോൾ കൃത്യമായി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് D രാജ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം റദ്ദാക്കണം എന്നടക്കമുള്ള MOU റദ്ദാക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളോട് ഒരു പൂർണ്ണമായും പോസിറ്റീവ് സമീപനം ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അതിനെ പൂർണ്ണമായും അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് വേണം നമുക്ക് അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച നേതാക്കളുടെ വാക്കുകൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒരു വശത്ത് MA ബേബി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ PMC ഒപ്പിട്ടതിനെ ന്യായീകരിക്കുമ്പോൾ മറുവശത്ത് D രാജ ഈ MOU അടക്കമുള്ള കാര്യങ്ങൾ പുനഃപരിശോധന വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ ഉള്ള തർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് ഇപ്പോൾ നേതാക്കൾ തത്വത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ താഴ്ത്തട്ടിലേക്ക് ദേശീയ നേതൃത്വം നടത്തും എന്താണ് വിവരം ഉള്ളത്. ശ്രുതി, നോബൽ, ഇതിൽ ഇപ്പോൾ പല ചോദ്യങ്ങൾക്കും കൃത്യം ഓരോ ആ തുടക്കത്തിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ MA ബേബി തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ കണ്ടു. അതിൽ പ്രധാനമായിട്ടുള്ള ഇത് നേരത്തെ അറിഞ്ഞിരുന്നോ എന്നുള്ള ചോദ്യമാണ്. ഇത് തന്നെയാണ് ഈ കൃത്യമായിട്ടുള്ള ഒരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു CPIയുടെ പ്രധാനമായിട്ടുള്ള ആരോപണം. അത് ആ ആലോചന നടത്താതെയാണ് ഇങ്ങനെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എന്നുള്ളതും നമുക്കറിയാം. നേരത്തെ CPI നേരത്തെ ഈ മന്ത്രിസഭാ യോഗത്തിൽ 2 തവണ വന്നപ്പോഴും ചർച്ച ചെയ്തപ്പോൾ ഇത് CPI പ്രധാനമായിട്ടും ഇതിനെ എതിർത്ത് സംസാരിച്ച് അത് അങ്ങനെ പിന്നോട്ട് പോയിട്ടുള്ളതാണ്. പിന്നീടാണ് ഈ ഒരു ചർച്ച പോലും നടക്കാതെ കൂടിയാലോചന പോലും നടക്കാതെ ഇങ്ങനെ ഒരു ധാരണാപത്രത്തിലേക്ക് ഒപ്പിട്ടത് എന്നുള്ളതാണ് CPIയുടെ പ്രധാന ആരോപണം. ഈ വിഷയത്തിൽ ഇത് മുൻപ് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന്, നേരത്തെ അറിഞ്ഞതാണോ എന്ന ചോദ്യത്തിന് MA ബേബി പ്രതികരിക്കാൻ തയ്യാറാകാത്തതും നമ്മൾ കണ്ടു. തീർച്ചയായും നേരത്തെ തന്നെ CPM നേതാക്കൾ പ്രത്യേകിച്ച് AK ബാലൻ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MA ബേബിയോട് ചർച്ച ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അക്കാര്യങ്ങൾ അറിഞ്ഞു എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകാതെ അകത്തേക്ക് പോയി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സംസ്ഥാനത്തെ നിലപാടിനെ പൂർണ്ണമായി MA ബേബി ന്യായീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇരു പാർട്ടികളും ഒരുമിച്ച് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇപ്പോൾ CPM ദേശീയ നേതൃത്വം ഇതെടുത്തിരിക്കുന്ന തീരുമാനം. ആ തീരുമാനമാണ് ഇപ്പോൾ D രാജയെ അറിയിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രധാനമായും കച്ചവട താല്പര്യങ്ങൾ തടയാൻ
എന്ന നിലപാടിൽ അത്തരത്തിൽ തടയും എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നാണ് ഡി രാജയോട് ഇപ്പോൾ സംസാരിച്ച ശേഷം MAB വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ PMCയിൽ വലിയ വിവാദം തുടരുമ്പോൾ ഏത് തരത്തിലായിരിക്കും സംസ്ഥാന സർക്കാരിനും CPM-നൊക്കെ അത്തരത്തിൽ നിലപാടെടുത്ത് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്ന ചോദ്യമൊക്കെ ഈ ഘട്ടത്തിൽ പ്രധാനമായും പ്രസക്തമാണ്. എന്താണെങ്കിലും നിലവിലത്തെ ചർച്ചകളിൽ CPI മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് ഇവിടെ ഒരു അംഗീകാരം, ഒരു പച്ചപ്പൊടി ലഭിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ഈ പ്രശ്നങ്ങൾ ഇരു പാർട്ടികളെയും പരിഹരിക്കട്ടെ എന്ന നിലപാടിലേക്ക് എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യം നേരത്തെ തന്നെ ഇന്നലെ ചേർന്ന CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റിലടക്കം ശക്തമായ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഒരു വശത്ത് മുന്നണി മര്യാദകൾ ലംഘിച്ചു, അതോടൊപ്പം തന്നെ MOU ഒപ്പിട്ടത് ഇടതുപക്ഷ ആശയങ്ങൾക്ക് എതിരാണ് എന്നടക്കമുള്ള കേരളത്തിലെ നേതാക്കൾ ഉയർത്തിയ ആശങ്ക കൃത്യമായി തന്നെ ചർച്ച ചെയ്യുകയും അതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇന്നിപ്പോൾ അവസരം ഒരുങ്ങുകയും ചെയ്ത്. ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങുമ്പോൾ പ്രധാനമായും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ CPIയുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരം എന്താണെങ്കിലും CPM ദേശീയ സെക്രട്ടറി നടത്തിയ ചർച്ചയിൽ എന്താണെങ്കിലും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. പൂർണ്ണമായും PMC അദ്ദേഹം ന്യായീകരിക്കുന്ന പ്രസ്താവനയാണ് അതിനുശേഷം ഇപ്പോൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയിപ്പോൾ സംസ്ഥാനത്തായിരിക്കും നടക്കാൻ പോകുന്നത്. ആ ചർച്ചകൾക്ക് ദേശീയ നേതൃത്വം അടക്കം ഇടപെടലുകൾ നടത്തും എന്ന് പ്രതീക്ഷിക്കാം. നിലവിലത്തെ സാഹചര്യത്തിൽ PMCയുടെ മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകാനുള്ള സാധ്യത എന്താണെങ്കിലും ഡൽഹിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ചർച്ചകൾ എന്തായിരിക്കും തീരുമാനം എന്ന് കണ്ടറിയേണ്ടതുമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഈ PMCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിൽ CPM ജനറൽ സെക്രട്ടറി എന്താണെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. പ്രശ്നം രമ്യമായി പരിഹരിക്കും എന്ന് പറയുന്ന അപ്പുറത്തേക്ക് അതെങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വിശദാംശങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്.